ഓരോരുത്തരും ആ കുടുംബത്തെയും ചേർത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ആർക്കും ഏത് നിമിഷവും കടന്നു ചെന്ന് അവരോട് സംസാരിക്കാവുന്ന ഒരു സാഹചര്യമുള്ള ഒരു കുടുംബം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഓരോരുത്തരും ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ, തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഓരോരുത്തരും പങ്കുവെക്കുമ്പോൾ അവരെല്ലാം അർജുനോട് എത്രത്തോളം അർജുൻ്റെ കുടുംബത്തോട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്യപൂർവമായ ഒരു അനുഭവമാണ് കേരളത്തിന്, മലയാളിക്ക്. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ കാർവാർ MLA പോലും അത്ഭുതപ്പെട്ടതാണ് നമ്മുടെ സഹൃദയത്വം. എത്രത്തോളം സഹൃദയരാണ് നമ്മൾ മലയാളികൾ, അർജുനെ എത്രത്തോളം പ്രതീക്ഷയോടെ നമ്മൾ കാത്ത് നിന്നവരാണ് എന്നതടക്കമുള്ള എത്ര മനോഹരമായ ദൃശ്യങ്ങൾ കൂടി അവിടെ നമ്മൾ കാണാൻ സാധിച്ചു എന്നുള്ളത് ഈ ദുഃഖവാർത്തയ്ക്ക്, ഈ ദുരന്തത്തിനിടയിലും എപ്പോഴും ഓർത്തു വെക്കാവുന്ന ഒന്നാണ്. ഏതായാലും അർജുൻ്റെ ചിത അത് ഇപ്പോൾ എരിഞ്ഞ് ഒടുങ്ങുകയാണ്. അങ്ങനെ അർജുൻ എന്ന സഹൃദയൻ, അർജുൻ എന്ന പ്രധാനപ്പെട്ട മനുഷ്യൻ, അർജുൻ എന്ന സാധാരണക്കാരൻ മലയാളി മനസ്സിൽ നിന്ന് പതിയെ വിട പറയുകയും ചെയ്യുകയാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ അപ്പോഴും ജീവിച്ചിരിക്കുന്ന അർജുൻ്റെ കുടുംബമുണ്ട്, അർജുൻ്റെ കുട്ടിയുണ്ട്. അവരെയൊക്കെ എപ്പോഴും എന്നും ചേർത്ത് നിർത്തും മലയാളികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. MS അനീഷ് കുമാറും ടോം കുര്യാക്കോസും ഭവ്യ പാർവതിയും CV അനുമോദമടക്കം അവിടെ നിന്ന് രാവിലെ മുതൽ ഈ സങ്കട കാഴ്ചകൾ നമ്മുടെ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും വികാര നിർഭരമായ അനുഭവമാണ്. KB ബൈജു, നമുക്കറിയാം ഷിരൂരിൽ എത്ര ദിവസമാണ് ബൈജു അവിടെ ചിലവഴിച്ചത്. ബൈജു എത്ര ദിവസമാണ് ഈ ദൗത്യത്തിന് മുൻകൈയെടുത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിനപ്പുറം ബൈജുവിൻ്റെ ആ ദൗത്യത്തിലേക്ക് ഒരു പങ്കാളിത്തം എത്രത്തോളം നമ്മൾ കണ്ടതാണ്. വൈകാരികമായ തരം, പക്ഷേ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ, പല അനുഭവങ്ങളിലൂടെ ഈ മാധ്യമപ്രവർത്തകരെ കടന്നു പോകുന്നുണ്ടാകും. പക്ഷേ സ്വന്തം സഹോദരനെ കാണാനില്ലാത്ത വണ്ണമെന്ന പോലെ, സ്വന്തം ഏറ്റവും അടുത്ത സുഹൃത്തിനെ കാണാനില്ലാത്ത വിധമെന്നതുപോലെ തങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തനം എന്ന ജോലിക്കപ്പുറം അത്രത്തോളം ആത്മാർത്ഥമായി ഈ പ്രയത്നത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഒപ്പം നിന്ന ആളുകൾ കൂടിയുണ്ട് മാധ്യമപ്രവർത്തകർക്കിടയിൽ എന്നതുകൂടി ചേർത്ത് വായിക്കണം. അർജുനായി കാത്തിരുന്ന ആയിരക്കണക്കിന്, നൂറുകണക്കിന് ആൾക്കാരെ നമുക്ക് കണ്ണാടിക്കലിലേക്ക് എത്തിക്കാം. അപ്പം എത്രയോ പ്രമുഖരായവർ അവസാനം കാഴ്ചയ്ക്കായി കണ്ണാടിക്കലേക്കെത്തി. കാർവാർ MLAയും ഈശ്വർ മൽപ്പയും MK രാഘവനും ഷാഫി പറമ്പിലും AK ശശീന്ദ്രനുമൊക്കെ നിരവധി തവണ ഈ അർജുനെ ഒന്ന് മടക്കി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അർജുനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കാനായി ഒരുപാട് പരിശ്രമങ്ങൾ, അശ്രാന്ത പരിശ്രമം. ഇപ്പോൾ അർജുൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്ന കാഴ്ച കണ്ണാടിക്കലിലേക്ക് ജനപ്രവാഹമായിരുന്നു. 75 ദിവസത്തെ കാത്തിരിപ്പ്. അതിനുശേഷം ഇപ്പോൾ അവസാനമായി അർജുൻ വീട്ടിലെത്തി. ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു.
കേരളം ഇത്രയധികം കാത്തിരുന്ന ഒരു മനുഷ്യന്, കേരളമൊട്ടാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരാളില്ല. അർജുൻ എന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു